നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊല്ലം ജില്ലയിലെയാണ്. കൊല്ലം ജില്ലയിൽ ഓച്ചിറ മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള ആറുവരിപ്പാതയുടെ പുതിയ അപ്ഡേറ്റുകളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആറുവരിപ്പാതയും പ്ലസ് 2 സൈഡിലുമായി 7 മീറ്റർ വീതിക്ക് സർവീസ് റോഡ് അടക്കമാണ് വരുന്നത്. ഇപ്പം നമ്മളുള്ളത് കൊല്ലം ജില്ലയിലെ ഓച്ചിറ തെക്കേ സിഗ്നലിൽ കഴിഞ്ഞേച്ച് നമ്മൾ നേരെ കരുനാഗപ്പള്ളി ഭാഗത്തേക്ക് പോവുകയാണ്. പിന്നെ നമ്മുടെ കഴിഞ്ഞ 2 വീഡിയോ എന്ന് പറയുന്നത് ഓച്ചിറ മുതൽ കായംകുളം വരെയും പിന്നെ നീണ്ടകര മുതൽ കരുനാഗപ്പള്ളി വരെയാണ്. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഓച്ചിറ മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള അപ്ഡേറ്റാണ്. നമ്മളിപ്പം നേരെ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓച്ചിറ കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് പള്ളിമുക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഈ ഒരു സ്ഥലത്തായിട്ടാണ് പിന്നെ നമ്മുടെ ടോൾ പ്ലാസ വരുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ 2 സൈഡിലും കുറച്ച് ഉള്ളോട്ട് കയറിയാണ് ഡ്രൈനേജിൻ്റെ പണി ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം ഇടതുഭാഗത്തായിട്ടാണ് പിന്നെ ഈ WMM മിക്സ് കോൺക്രീറ്റ് മിക്സ് കൊണ്ടുവന്ന് കുറച്ച് നിരത്തിയിട്ടിരിക്കുന്നത്. നമ്മളിനി നേരെ വരുന്നത് പരബ്രഹ്മ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് എത്തുമ്പം അവിടെ ഇടതുഭാഗത്തായിട്ട് കുറച്ച് നീളത്തിൽ ടാറിങ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ ഇപ്പം വലതുഭാഗത്ത് ഒരു ബിൽഡിങ് ബാക്കി ഉണ്ടായിരുന്നത് ഇപ്പോൾ കഴിഞ്ഞു പോയ ഭാഗത്ത് ബിൽഡിങ്ങും പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ വലതുഭാഗം കൂടെ കുറച്ച് ഭാഗം സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് പണി കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഭാഗം ടാർ ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഇടതുഭാഗത്ത് പള്ളിമുക്ക് കഴിഞ്ഞിട്ട് മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഇടതുഭാഗത്തായിട്ട് തന്നെ പ്രൈം കോട്ട് ബിറ്റുമിൻ ഓയിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇനിയിപ്പം അവിടെയും കൂടെ കുറച്ച് ഭാഗം ടാർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ വലതുഭാഗത്തും കുറച്ച് സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് പണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നിലവിലെ റോഡ് കടന്നു പോകുന്ന ആറുവരിപ്പാതയുടെ വലതുഭാഗത്തുകൂടിയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വലതുഭാഗത്തായിട്ട് തന്നെ ക്രാഷ് ബാരിയർ നിർമ്മാണം കുറച്ച് ലേറ്റായിട്ടാണ് ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിരിക്കുന്നത്. ചേർന്നാണ് ഇപ്പം ആറുവരിപ്പാതയുടെ വലതുഭാഗത്തായിട്ടുള്ള ആ ഒരു ക്രാഷ് ബാരിയർ നിർമ്മാണം തുടങ്ങിയിരിക്കുന്നത്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നത് വല്യകുളങ്ങര അമ്പലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. ഇപ്പം ആ ഒരു വല്യകുളങ്ങര ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. ഇപ്പം ഇടതുഭാഗത്തായിട്ട് തന്നെ ഒരു റോഡും കൂടെ ഉണ്ടായിരുന്നു. നിലവിലെ റോഡിൻ്റെ ഇപ്പം നമ്മൾ കാണുന്ന റോഡിൻ്റെ ഇടതുഭാഗത്ത് ഒരു റോഡ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റോഡ് പൊളിച്ചു മാറ്റി കളഞ്ഞിട്ട് ഇപ്പം മെറ്റിലൊക്കെ ഇട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ഒരു ഭാഗത്ത് ഇടത്തെ സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് പണി തുടങ്ങണം. ഇപ്പോൾ വല്യകുളങ്ങര ക്ഷേത്രത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഭാഗത്ത് ഒരു കുറച്ചും കൂടെ മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചങ്ങംകുളങ്ങര ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഭാഗം ടാർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടതുപോലെയുള്ള പണി തന്നെയാണ് കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ ചങ്ങംകുളങ്ങര വരുമ്പോഴും നേരത്തെ കണ്ടതുപോലുള്ള പണിയൊക്കെ തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പം കുറച്ചും കൂടെ മെറ്റൽ കൊണ്ടുവന്ന് അടിച്ച് കൂട്ടിയിട്ടിട്ടുണ്ട്. ഇനി അത് വേണ്ട ഭാഗത്തേക്ക് മാറ്റും. പിന്നെ ഇത്രയും പണി ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ അണ്ടർപാസിൻ്റെ ബാക്കി പകുതി നിർമ്മാണം ഇപ്പം അതിൻ്റെ പകുതിയോളം കഴിഞ്ഞിട്ടുണ്ട്. പകുതി ഭാഗം അതിൻ്റെ പകുതിയോളം കഴിഞ്ഞിട്ടുണ്ട്. കമ്പിയൊക്കെ ഇങ്ങനെ മുന്നോട്ട് നിൽക്കുകയാണ്. ഇനിയും ബാക്കി പകുതി തുടങ്ങിയതിൻ്റെ ഇനി ബാക്കി പകുതിയും കൂടെ തീരാനുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചങ്ങംകുളങ്ങര കഴിഞ്ഞ് പിന്നെ നമ്മൾ വവ്വാക്കാവ് ഭാഗത്തേക്ക് പോവുകയാണ്. ഇവിടെ ഇപ്പം ഇടതുഭാഗത്തായിട്ട് തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തേയും പണി തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഇപ്പം നെറ്റിലൊക്കെ ഇട്ട് നിരത്തി കഴിഞ്ഞിരിക്കുന്നത് കാണാം. ഇതിപ്പം നമ്മൾ പഴയ റോഡ് പൊളിച്ച ക്രഷ് ചെയ്തത് ആണ് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ അടിച്ചു കൂട്ടിയിട്ടിരിക്കുന്നത്. പിന്നെ വലതുഭാഗത്ത് ഇപ്പം വവ്വാക്കാവ് എത്തുന്നതിന് മുമ്പ് ഇവിടെ ഇപ്പം വലതുഭാഗത്തും ഡ്രൈനേജിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ വരുന്നത് വവ്വാക്കാവ് ഭാഗത്തേക്കാണ്. ഇപ്പം നമ്മുടെ നിലവിൽ റോഡ് പൊളിച്ച് മാറ്റിയിട്ട് ഇപ്പം ഇടതുഭാഗത്തായിട്ട് തന്നെ ടാറിങ് കഴിഞ്ഞതിൻ്റെ ലെവലിലോട്ട് തന്നെ മണ്ണൊക്കെ ഇട്ട് മെറ്റലൊക്കെ ഇട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ ഇവിടെ ഇപ്പോഴും നിലവിൽ പണി നടക്കുന്നുണ്ട്. അപ്പം ഇനി ഉടൻ തന്നെ ഈ ഒരു ഏരിയയിൽ കുറച്ച് നീളത്തിലായിട്ട് തന്നെ ഇവിടെ ടാറിങ് വർക്കുകൾ ഉടൻ തന്നെ ആരംഭിക്കുന്ന ഘട്ടത്തിലോട്ട് എത്തി നിൽക്കുകയാണ്. അപ്പം ആറുവരിപ്പാതയുടെ പണി ഇവിടെ ഏകദേശമൊക്കെ പൂർത്തിയാവാൻ പോവുകയാണ്. അപ്പം 2 സൈഡിലും ഇനി സർവീസ് റോഡ് വരുന്ന ഭാഗം കൂടെ ടാർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം പണി ഈ ഒരു ഭാഗത്തായിട്ട് ഒതുങ്ങിയിട്ടുണ്ട്. ഇനി വവ്വാക്കാവ് ഭാഗത്തായിട്ട് അണ്ടർപാസ് വേണമെന്നും പറഞ്ഞുകൊണ്ടൊക്കെ സമരം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് ഉണ്ടാവില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതേപോലുള്ള പണിയൊക്കെയാണ് നടക്കുന്നത്. പിന്നെ നമ്മൾ വവ്വാക്കാവ് ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ വലതുഭാഗത്തായിട്ട് തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് പണി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വവ്വാക്കാവ് ഭാഗത്ത് ഇപ്പം നമ്മളിപ്പോൾ കഴിഞ്ഞു പോയ ഭാഗത്ത് നല്ലോണം പണി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗത്തെ നേരത്തെ തന്നെ പോസ്റ്റ് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഇവിടെ ഉണ്ടായിരുന്ന പോസ്റ്റൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതോടുകൂടി ഇപ്പം ഇവിടെയും കുറച്ച് സ്ഥലമൊക്കെ ഫ്രീ ആയിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ ഫാസ്റ്റായിട്ടുള്ള വർക്കുകൾ ഈ ഒരു ഭാഗത്തും നടക്കും.
പിന്നെ നമ്മൾ നേരെ വരുന്നത് പുലിയംകുളങ്ങര ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ്, ആനന്ദ ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇവിടെ ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ നിലവിലെ റോഡ് പൊളിച്ചു മാറ്റി കളഞ്ഞതിന് ശേഷം ഇപ്പം മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് അതും ഒരു ലെവലിലായിട്ട് എത്തിയിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് വലതുഭാഗത്ത് നിന്ന് മണ്ണൊക്കെ നീക്കം ചെയ്ത് ഡ്രൈനേജിൻ്റെ പണിയും പുലിയംകുളങ്ങര ആനന്ദ ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തുമ്പോൾ ഉള്ള സ്ഥലത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം നല്ലോണം മെറ്റിലൊക്കെ ഇട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇടതുഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെയും പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വരുന്നത് പുത്തൻതെരു ഭാഗത്തേക്കാണ് വരുന്നത്. നേരെ പുത്തൻതെരു ഭാഗത്തോട്ട് വരുമ്പോഴും നമ്മുടെ പഴയ റോഡ് കുത്തിപ്പൊളിച്ചതിന് ശേഷം വലതുഭാഗത്ത് കുറച്ച് വീതിക്കായിട്ട് തന്നെ, നല്ല വീതിക്കായിട്ട് തന്നെ ടാറിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതുവഴിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇടതുഭാഗത്തായിട്ട് തന്നെ അവർ കൂടുതൽ മണ്ണ് കൊണ്ടുവന്നിട്ട് നിരത്തുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മെറ്റിലൊക്കെ കൊണ്ടുവന്ന് കൂടുതൽ ലോഡ് കൊണ്ടുവന്ന് അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ഇതുവഴി പോയപ്പോൾ വീണ്ടും കൊണ്ടുവന്ന് മെറ്റിലൊക്കെ കൊണ്ടുവന്ന് നിരത്തി തുടങ്ങിയിട്ടുണ്ട്. ഉടൻ തന്നെ ഇവിടെയും പണി ഉഷാറാവുമെന്നാണ് കരുതുന്നത്. കൂടുതൽ മെറ്റിൽ കൊണ്ടുവന്നിട്ട് നിരത്തി തുടങ്ങുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനിയും ബാക്കി ടാറിങ് പണികൾ ഇവിടെയും തുടങ്ങും. പിന്നെ പ്രധാനമായിട്ട് ഇപ്പം ആക്റ്റീവായിട്ട് അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഇടതുഭാഗത്തായിട്ട് തന്നെ ക്രാഷ് ബാരിയർ നിർമ്മാണവും കൂടെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നല്ല ഹൈറ്റിലായിട്ട് തന്നെയാണ് ഈ ഒരു ഏരിയയിൽ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ഹൈറ്റിലായിട്ട്, സർവീസ് റോഡിൽ നിന്ന് നല്ല ഹൈറ്റിലായിട്ടാണ് ഇവിടെ മെയിൻ റോഡ് കടന്നു പോകുന്നത്, പുത്തൻതെരു ഭാഗത്തായിട്ട് കടന്നു പോകുന്നത്. നമ്മളിപ്പോൾ നേരെ പുത്തൻതെരു ജംഗ്ഷനിലാണ്. ഇവിടുന്ന് നമ്മൾ പുതിയകാവ് ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് വരെ ഇങ്ങനെയൊക്കെ തന്നെയുള്ള പണിയാണ്. ഇപ്പം വലതുഭാഗത്ത് കുറച്ച് വീതിക്കായിട്ട് ടാറിങ് കഴിഞ്ഞു. പിന്നെ ഇടതുഭാഗത്ത് ഇതേപോലെ പഴയ മണ്ണൊക്കെ നീക്കം ചെയ്തതിന് ശേഷം പുതിയ മണ്ണ് കൊണ്ടിട്ട് നിരത്തുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയാൻ കഴിഞ്ഞത്, നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ബിനു മീനാക്ഷി ചേട്ടൻ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിശ്വസമുദ്രയുടെ കാലാവധി അവസാനിക്കുന്ന തീയതി 25/12/2025 വരെ ആയിട്ടുണ്ട്. അപ്പം വിശ്വസമുദ്രയ്ക്ക് ഇനി വെപ്രാളം പിടിച്ച് പണി തീർക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി 1 വർഷത്തിന് മുകളിൽ ഇനിയും സമയം കിടപ്പുണ്ട്. എങ്കിലും വർക്ക് കുറച്ചും കൂടി ഇനി ഫാസ്റ്റ് ആവാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുമ്പം നീണ്ടകര പാലത്തിൻ്റെയൊക്കെ വർക്ക് ഇനി കുറച്ചും കൂടെ ഒക്കെ വേഗത്തിലാക്കേണ്ടതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചവറപ്പാലത്തിൻ്റെയൊക്കെ വെച്ച് നോക്കുമ്പം നിസ്സാരമായിട്ട് തീർക്കാൻ പറ്റുന്ന കാര്യമാണെന്നാണ് തോന്നുന്നത്. വലിയ പ്രോജക്റ്റുകൾ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പം ചവറപ്പാലം എന്നൊക്കെ പറയുമ്പം പെട്ടെന്ന് തന്നെ തീർക്കാം എന്നാണ് കരുതുന്നത്. നമ്മളിപ്പം നേരെ എത്തിയിരിക്കുന്നത് പുതിയകാവ് ഭാഗത്താണ് എത്തിയിരിക്കുന്നത്. പുതിയകാവ് ഭാഗത്തായിട്ട് എത്തുമ്പോൾ ഇവിടെ 2 സൈഡിലായിട്ട് കുറച്ച് ലോഡ് കൊണ്ടുവന്ന് അടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ റോഡ് ക്രഷ് ചെയ്ത് ഈ ഒരു ഭാഗത്തായിട്ട് അടിച്ചു കൂട്ടിയിട്ടിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ നേരെ പുതിയകാവ് ജംഗ്ഷൻ ഭാഗത്തായിട്ട് വരുമ്പം അവിടെ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ ആദ്യമായിട്ടാണ് പുതിയകാവിലെ അണ്ടർപാസിൻ്റെ ആകാശ ദൃശ്യം കാണിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വണ്ടിക്കകത്ത് പോയപ്പം വെച്ച് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ അണ്ടർപാസിനെ പറ്റി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് വെഹിക്കുലർ അണ്ടർപാസ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് വെഹിക്കുലർ അണ്ടർപാസ് ആണ്. എല്ലാത്തരം വാഹനങ്ങളും കടന്നു പോകത്തക്ക രീതിയിലുള്ള അണ്ടർപാസ് ആണ്. നമ്മൾ ഇനി പുതിയകാവ് കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് പോവുകയാണ്. ഇലക്ഷൻ ദിവസമാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത്. 26-ാം തീയതി രാവിലെ എടുത്ത വീഡിയോ ആണ്. വലിയ തിരക്കൊന്നും കാണാത്തത് കൊണ്ട് രാവിലെ പോയി എടുക്കാമെന്ന് കരുതിയതാണ്. പിന്നെ നമ്മൾ നേരെ വരുന്നത് പുള്ളിമാൻ ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് വരുന്നത്. പുള്ളിമാൻ ജംഗ്ഷൻ ഭാഗത്തായിട്ട് വരുമ്പോൾ ഇവിടെ ഇനി 2 സൈഡിലും ക്രാഷ് ബാരിയറൊക്കെ നിർമ്മാണം പുരോഗമിക്കാനുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഇപ്പം ഇടതുഭാഗത്തായിട്ടാണ് മെറ്റിലൊക്കെ കൊണ്ടുവന്ന് അടിച്ചു കൂട്ടിയിട്ടിരിക്കുന്നത്. പുള്ളിമാൻ ജംഗ്ഷനിലായിട്ട് എത്തുമ്പം 2 സൈഡിലുമായിട്ട് തന്നെ അവർ കുറച്ച് നീളത്തിലായിട്ട് തന്നെ ടാറിങ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയ റോഡ് കുത്തിപ്പൊളിച്ച് ആ ഒരു ഭാഗത്തായിട്ട് ഇട്ടിട്ടുണ്ട്. അത് മിഷൻ വഴി ക്രഷ് ചെയ്ത് അവിടെ ഇട്ടേക്കാണ്. അപ്പോൾ അതിനി കോരി മാറ്റേണ്ട പണികളുണ്ട്. കുറച്ച് കോരി മാറ്റിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് നേരെ ഓച്ചിറയിലോട്ടൊക്കെ പോകേണ്ട വാഹനങ്ങൾ ഒരു സൈഡിൽ കൂടിയും പിന്നെ ഇടതുഭാഗത്തുകൂടി അങ്ങോട്ട് പോകേണ്ട വാഹനങ്ങളും കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ വരെ ചെയ്യാമെന്നാണ് കരുതിയിരുന്നത്. പിന്നെ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ ഒരുപാട് പേര് കരുനാഗപ്പള്ളി പൂർണ്ണമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പൂർണ്ണമായിട്ട് ലാലാജി ജംഗ്ഷൻ വരെ ഈ വീഡിയോ അങ്ങ് ഒഴിച്ചിരിക്കുകയാണ്. നമ്മൾ പിന്നെ നേരെ പുള്ളിമാൻ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വരുന്നത് ഹോസ്പിറ്റൽ ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇവിടുന്ന് ഹോസ്പിറ്റൽ ജംഗ്ഷൻ ഭാഗം വരെ ഇവരിപ്പം വലത്തേ സൈഡിലായിട്ട് നീളത്തിലായിട്ട് ടാറിങ് കുറച്ച് ഫിനിഷ് ആയിട്ടുണ്ട്. എല്ലാം ആദ്യത്തെ ലെയറാണ് ടാർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇടതുഭാഗത്തായിട്ട് തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗവും അവർ കുറച്ചും കൂടെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം തുടങ്ങി ആക്റ്റീവായിട്ട് ടാറിങ് പണികളൊക്കെ തുടങ്ങുമെന്നാണ് കരുതുന്നത്. അവിടെ കുറച്ചും കൂടെ പണി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ പിന്നെ കൂടുതലും ഒരുപാട് കടകൾ 2 സൈഡിലും ഉള്ളത് കൊണ്ട് തന്നെ വാഹനങ്ങളും പോകുന്നതിനൊക്കെ വേണ്ടിയിട്ട് തന്നെ കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ടാണ് ക്രാഷ് ബാരിയർ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഇവിടെ ഇപ്പം ഹോസ്പിറ്റൽ ജംഗ്ഷൻ ഭാഗത്തായിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ പണിയൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇവിടുന്ന് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുന്നിടത്ത് പിന്നെ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. നമ്മൾ ഹൈസ്കൂൾ ജംഗ്ഷൻ ഭാഗത്തായാലും പിന്നെ AM ഹോസ്പിറ്റലിൻ്റെ അടുത്തൊക്കെ ആയിട്ട് എത്തിയാലും വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇവിടെയൊക്കെ നമ്മൾ കുറേ നാളിന് മുമ്പേ കണ്ടതുപോലൊക്കെ തന്നെയുള്ള പണിയാണ്. പിന്നെയും പണി നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൈസ്കൂൾ ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തുമ്പോൾ ഇവിടെ വലതുഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ടാണ് മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് ലെവൽ ചെയ്തിരിക്കുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ കുറേ നാളായിട്ട് ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പം ഇടതുഭാഗത്തൊക്കെ സർവീസ് റോഡും ഡ്രൈനേജിൻ്റെ ഒക്കെ പണി നടക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ നിലവിലെ റോഡ് ആ ഒരു ഭാഗത്തുകൂടിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അത് കുത്തിപ്പൊളിച്ച് മാറ്റാതെ ഇടതുഭാഗത്ത് ഇനി സർവീസ് റോഡും ഡ്രൈനേജിൻ്റെ പണിയൊന്നും തുടങ്ങത്തില്ല. പിന്നെ നമ്മൾ നേരെ AM ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഈ ഒരു ഏരിയയിലായിരുന്നു ലോഡ് ടെസ്റ്റ് നടന്നത്. അപ്പോൾ ആ ഒരു പണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് പോലീസ് സ്റ്റേഷൻ, സിവിൽ സ്റ്റേഷൻ ഭാഗത്തായിട്ട് എത്തുമ്പം ഡ്രൈനേജിൻ്റെ പണി വലതു ഭാഗത്ത് കഴിഞ്ഞിട്ട് അവിടെ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മിറ്റിലിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഇപ്പം പടിഞ്ഞാറോട്ട് പോകുന്ന റോഡിൻ്റെ പകുതിയോളം പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ കുറച്ച് ഭാഗം ഡ്രൈനേജിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ബാറൊക്കെ കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോഴും ഇവിടെ വലതു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ പണിയും സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണിയാണ്. ഇടത്തെ ഭാഗത്തൊക്കെ പണി നടക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നിലവിലെ റോഡ് പൊളിച്ചു മാറ്റാതെ ഒരു പരിപാടി നടക്കത്തില്ല. പിന്നെ ഇപ്പം നമ്മൾ ഇങ്ങോട്ട് വരുന്ന റോഡിൻ്റെ വലതു ഭാഗത്തായിട്ടാണ് ഇവിടെ ഇപ്പം ഇരുമ്പിൻ്റെ ബാരിക്കേഡൊക്കെ വെച്ചിട്ട് വലത്തേ സൈഡിൽ പൈലിംഗ് വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇപ്പോൾ ഈ കാണുന്ന പൈൽ ഡ്രില്ലിംഗ് മെഷീന് ലാലാജി ജംഗ്ഷൻ ഭാഗത്തായിരുന്നു കടന്നിരുന്നത്. ഇപ്പം ഈ ഒരു ഭാഗത്ത് SRTC സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് കൊണ്ടുവന്നിട്ട് പൈലിംഗ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇത്ര അപ്ഡേറ്റാണ് ഈ ഒരു വീഡിയോക്കകത്തുള്ളത്. കരുനാഗപ്പള്ളി മുതലല്ല, ഓച്ചിറ മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള അപ്ഡേറ്റ്. നമ്മൾ നീണ്ടകര മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള അപ്ഡേറ്റ് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ കിടപ്പുണ്ട്. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും. കാത്തിരിക്കുക.